കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ എസ്എഫ്ഐക്ക് ഉജ്ജ്വല വിജയം. തെരഞ്ഞെടുപ്പ് നടന്ന 10-ൽ 7 സീറ്റുകളിലും എസ്എഫ്ഐ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഒരു സീറ്റിൽ പോലും കെഎസ്യുവിന് വിജയിക്കാനായില്ല. സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിനും കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിനും പിന്നാലെ സെനറ്റ് തെരഞ്ഞെടുപ്പിലും കണ്ണൂർ സർവകലാശാലയിൽ എസ്എഫ്ഐ മിന്നുന്ന വിജയം നേടി. സെനറ്റിലേക്ക് ജനറൽ കൗൺസിൽ ഓഫ് യൂണിവേഴ്സിറ്റി യൂണിയൻ മണ്ഡലത്തിൽ 10-ൽ 7-ലും എസ്എഫ്ഐ വിജയിച്ചു. 3 സീറ്റുകളിൽ എംഎസ്എഫിനാണ് വിജയം. ഒരു സീറ്റിൽ പോലും വിജയിക്കാതെ കെഎസ്യു തകർന്നടിഞ്ഞു. കെഎസ്യുവും എംഎസ്എഫും നടത്തിയ കള്ളപ്രചരണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എസ്എഫ്ഐ വിജയമെന്ന് കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ബിപിൻ രാജ് പായം പറഞ്ഞു. കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എന്തോ എസ്എഫ്ഐ ഇല്ലാതായി, കണ്ണൂരിനകത്ത് എസ്എഫ്ഐ തകർന്ന രീതിയിലേക്കാണ് എംഎസ്എഫിന്റെ സംസ്ഥാന ഭാരം ഉൾപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിനകത്ത് വൻഭൂരിപക്ഷത്തിൽ എസ്എഫ്ഐ ഭൂരിഭാഗം ക്യാമ്പസിനകത്ത് വിജയിക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിന്റെ തുടർച്ച എന്ന രീതിയിലാണ് ഇന്നിവിടെ കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനകത്തും കഴിഞ്ഞ വർഷത്തിനേക്കാളും ഒരു സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിവേഗമായ വിജയം നേടാൻ വേണ്ടി എസ്എഫ്ഐക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. വിജയിച്ച എസ്എഫ്ഐ സ്ഥാനാർത്ഥികളെ ആനയിച്ച് കണ്ണൂർ നഗരത്തിൽ എസ്എഫ്ഐ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശരത് രവീന്ദ്രൻ, പ്രസിഡന്റ് ടി.പി. അഖില, ജോയിന്റ് സെക്രട്ടറിമാരായ ജോയൽ തോമസ്, കെ നിവേദ്, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കെ പ്രണവ്, സംസ്ഥാന സമിതി അംഗം സ്വാതി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, കണ്ണൂർ.